നമസ്കാരം. സഹകരണ തുറമുഖ മന്ത്രി വി.എൻ. വാസവന് ദേവസ്വം വകുപ്പ് കൂടി നൽകിയതിന് പിന്നിൽ CPM-ന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളേറെ. CPM-നൊപ്പം അടിയുറച്ചു നിന്നിരുന്ന ഈഴവ സമുദായം പാർട്ടിയിൽ നിന്ന് അകന്നു തുടങ്ങിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് CPM സംസ്ഥാന കമ്മിറ്റിയിൽ വിലയിരുത്തൽ നടന്നിരുന്നു. അതേ ദിവസം തന്നെയാണ് SNDP യോഗ നേതൃത്വവുമായിട്ടും അടുത്ത ബന്ധം പുലർത്തുന്ന മന്ത്രി വാസവന് ദേവസ്വത്തിൻ്റെ ചുമതല കൂടി നൽകിയത്. ഈഴവ സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള ആലപ്പുഴ, കൊല്ലം, കോട്ടയം തുടങ്ങിയ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ മേഖലകളിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA സ്ഥാനാർത്ഥികൾ വലിയ മുന്നേറ്റമാണ് കൈവരിച്ചത്. NDA മുന്നേറിയ സ്ഥലങ്ങളിലെല്ലാം പിന്നാക്കം പോയത് ഇടത് സ്ഥാനാർത്ഥിയാണ്. കോട്ടയത്ത് NDAയുടെ ഇതുവരെയുള്ളതിൽ ഏറ്റവും മികച്ച പ്രകടനമാണ് SNDP യോഗം വൈസ് പ്രസിഡന്റും BDJS ചെയർമാനുമായ തുഷാർ വെള്ളാപ്പള്ളി നടത്തിയത്. ഇതിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായ വൈക്കം നിയമസഭാ മണ്ഡലത്തിൽ സാധാരണ ഏത് തെരഞ്ഞെടുപ്പിലും 20,000-ന് മുകളിൽ ഭൂരിപക്ഷം ലഭിച്ചിരുന്നിടത്ത് ഇടത് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന് 5,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് കിട്ടിയത്. വൈക്കത്തെ പല ബൂത്തുകളിലും തുഷാർ വെള്ളാപ്പള്ളിയാണ് മുന്നിലെത്തിയത്. ഈ സാഹചര്യത്തിൽ അകന്നുപോയ ഈഴവ വോട്ടുകൾ തിരികെ പിടിക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗം അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് CPM സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുത്ത ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും കുടുംബാംഗങ്ങളും അടക്കമുള്ളവർ BDJS സ്ഥാനാർത്ഥിക്ക് വേണ്ടി കോട്ടയത്തും BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് വേണ്ടി ആലപ്പുഴയിലും രംഗത്ത് വന്നത് CPM-ന്റെ അടിയുറച്ച ചില വോട്ടുകളെങ്കിലും മാറ്റിയിട്ടുണ്ടെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതിനാൽ എല്ലാ സമുദായങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മന്ത്രി വി.എൻ. വാസവനാണ് ഈഴവ സമുദായത്തെ ഒപ്പം നിർത്താൻ കഴിയുന്ന നേതാവെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. ദേവസ്വം വകുപ്പിലൂടെ ഇത് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുമെന്ന് CPM പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല UDF ഭരണകാലയളവുകളിൽ ദേവസ്വത്തിൻ്റെ ചുമതല മുന്നോക്ക വിഭാഗത്തിൽ പെടുന്നവർക്കാണ് സാധാരണ നൽകിയിരുന്നത്. ഇതിനെതിരെ SNDP യോഗം അടക്കം പല വേദികളിലും വിമർശനം ഉന്നയിച്ചിരുന്നു. ഈഴവ മേഖലയിലുണ്ടായ വോട്ട് ചോർച്ച പ്രത്യേകമായി പഠിക്കാനും അകന്നുപോയവരെ തിരികെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുമാണ് സംസ്ഥാന സമിതിയുടെ തീരുമാനം.